നിങ്ങൾ എപ്പോഴെങ്കിലും വിശന്നിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? വീടില്ലാതെ തെരുവിൽ കഴിയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ജീവിച്ചിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ദാരിദ്ര്യവും വിശപ്പും നിരാശയും അവരുടെ ജീവിതത്തെ ഇരുണ്ടതാക്കിയിരുന്നു. അവരുടെ വേദന കണ്ടപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു. ഭാര്യയായ കാതലംബുക്കിനോടൊപ്പം അദ്ദേഹം വലിയൊരു തീരുമാനമെടുത്തു. ആളുകൾ സഭയിലേക്ക് വരാത്ത പക്ഷം നാം അവരുടെ അടുക്കലേക്ക് പോകണം. അങ്ങനെ അവർ തെരുവുകളിലേക്ക് ഇറങ്ങി. മാർക്കറ്റുകളിലും വഴിയോരങ്ങളിലും അവർ സുവിശേഷം പ്രസംഗിച്ചു. വിശന്നവർക്ക് ഭക്ഷണം നൽകി. നിരാശരായവർക്ക് പ്രത്യാശ നൽകി. വീടില്ലാത്തവർക്ക് ആശ്രയം. സ്നേഹം വാക്കുകളിലൂടെയും മാത്രമല്ല പ്രവൃത്തിയിലൂടെയും കാണിച്ചു. 1865 ഈ പ്രവർത്തനം ക്രിസ്ത്യൻ മിഷൻ എന്ന പേരിൽ ആരംഭിച്ചു. എന്നാൽ ഈ പ്രവർത്തനം ഒരു സൈന്യം പോലെ പോരാടുകയായിരുന്നു. അതിനാൽ 1878 ഒരു പുതിയ പേര് സ്വീകരിച്ചു. പിന്നീട് ഈ പ്രസ്ഥാനം ഇംഗ്ലണ്ടിന്റെ അതിർത്തികൾ കടന്നു. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക്, അവസാനം ഇന്ത്യയിലേക്ക് എത്തി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സുവിശേഷം എത്തിച്ചു. സ്കൂളുകൾ സ്ഥാപിച്ചു. ആരോഗ്യ സേവനങ്ങൾ നടത്തി. പാവപ്പെട്ടവരെയും സഹായിച്ചു. ഒരു സന്ദേശത്തോടെ ജീവിതത്തിന് മാന്യത, ആത്മാവിന് രക്ഷ. സോപ്പ് സാൽവേഷൻ.